ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സമയം 7 മണിയായിട്ടുണ്ട്. ഞാൻ ഷോപ്പൊക്കെ തുറക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ താഴേക്ക് ഇറങ്ങുകയാണ്. അവിടെ നോക്കുമ്പോൾ നമ്മുടെ ചെമ്പകത്തൈയിൽ 2 ചെമ്പകം ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അത് കാണുമ്പോൾ കണ്ണിനൊക്കെ ഒരു കുളിർമയാണ്. നമ്മൾ ചെമ്പകമൊക്കെ നല്ല സ്മെല്ലും നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. നമുക്ക് പണ്ടൊക്കെ ഭയങ്കര പഠിക്കുന്ന കാലത്തൊക്കെ ചെമ്പകം ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. അപ്പോൾ ഒന്നും കിട്ടാണ്ടായിരുന്നില്ല. കുട്ടികളൊക്കെ വെച്ച് വരുമ്പോൾ ഭയങ്കര കൊതിയായിരുന്നു. അപ്പോൾ നമ്മുടെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഞാനിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ വണ്ടിയൊക്കെ നിർത്തുന്നത്. കാറായാലും സ്കൂട്ടി ആയാലും ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നിർത്തുന്നത്. ഇവിടെ ഷീറ്റ് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഷോപ്പ് തുറക്കണം. ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് പണികൾ വീട്ടിലുണ്ട്. ഇന്നെനിക്ക് കുറച്ച് പുറത്ത് പോയിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ റോസാ തെയ്യ് കേട്ടോ. നമ്മൾ നട്ടിട്ടുള്ളത് തന്നെയാണ്. കുറച്ച് കാലമായി പഴക്കമുണ്ട്. നമ്മൾ ഒരുപാട് ഇങ്ങനെ പന്തലിച്ച് വരുമ്പോൾ അത് ഇങ്ങനെ ഒരുവിധം പകുതി വെച്ച് വെട്ടിക്കളയും. എന്നാലും ഇഷ്ടം പോലെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല ഒരു കടുത്ത ഒരു കളറുള്ള റോസ ആണ് ഉണ്ടായിരിക്കണത്. ചില സമയത്ത് കേടൊക്കെ വരാറുണ്ട്. ഇപ്പം മഴക്കാലം ഇതോടുകൂടി നന്നായി ഒന്ന് പിടിച്ച് അടിപൊളിയായിട്ട് എല്ലാം അവിടെ നല്ല പൂവൊക്കെ ഇട്ടു. പിന്നെ അത് വേപ്പിലയാണ് കേട്ടോ. ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വേപ്പില ഇപ്പോൾ നന്നായി കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ നന്നായി പന്തലിച്ചിട്ടാണ് വേപ്പില നിൽക്കുന്നത്. അത് നമ്മുടെ മെഡിക്കൽ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ റോഡ് സൈഡിലാണ് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ വേപ്പില ചില സമയത്ത് ഇതുപോലെ കേടാവും, ചില സമയത്ത് റെഡിയാവും. പിന്നെ നമ്മൾ ഇന്ന് കുമ്പളങ്ങയും ചിക്കനാണ് വെക്കാൻ പോണത് കേട്ടോ. ചിക്കൻ്റെ എല്ലുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കും മേടിക്കുമ്പോൾ. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുമ്പളങ്ങയിൽ ഇട്ടിട്ട്, അമ്മയ്ക്ക് ആ കറി ഭയങ്കര ഇഷ്ടമാണ്. പാലക്കാട് നെന്മാറ ഭാഗത്തൊക്കെയാണ് അമ്മയുടെ വീട്. അപ്പോൾ ആ ഭാഗത്തുള്ള ആളുകൾ കുമ്പളങ്ങയും ചിക്കനൊക്കെ വെക്കും. അപ്പോൾ അമ്മ ചിക്കനിൽ ഉരുളൻകിഴങ്ങ് നുറുക്കിയിടുകയാണ് കേട്ടോ. അതിന് കൂടെ ഇട്ടിട്ടുള്ളത് മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഇത് വേവിക്കുന്നത്. കുക്കറിൽ വിസിലടിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും അമ്മ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് എടുക്കുകയാണ്. അതിന് കൂടെ ഉരുളൻകിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് ഉരുളൻകിഴങ്ങും കൂടി ഇടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ കടയൊക്കെ തുറന്ന് വന്ന് ചായ കുടിക്കുകയാണ്. ചായ കുടിച്ചാലേ ഉഷാറ് വരുള്ളൂ. അപ്പോൾ അത് കാരണം ചായ കുടിക്കുകയാണ്. നമുക്ക് ഇന്ന് കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം. പക്ഷെ അതൊന്നും അല്ലാതെ ഒന്ന് വീഡിയോ എടുക്കണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചൊരു മിനി വ്ളോഗായിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി അമ്മ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചേ കുഴക്കണുള്ളൂ. ഞങ്ങൾക്ക് ഗിരണ്ടീശെണ്ണം അങ്ങനെ കഴിക്കാനായിട്ടാണ് കുഴക്കുന്നുള്ളൂ. അപ്പോൾ അമ്മ രാവിലെ അത് ചെയ്യാണ്. അപ്പോൾ എനിക്ക് പരത്തണ ഡ്യൂട്ടി എൻ്റെയാണ്. അമ്മ കുഴക്കുകയൊക്കെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് കുമ്പളങ്ങ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ചിക്കൻ കുറച്ചേ ഉള്ളൂ കേട്ടോ. എല്ലും മുട്ടയൊക്കെ ആയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചിക്കനാണ് ഞങ്ങൾ ഇടാറുള്ളൂ. ഇതിൽ കുറച്ച് ചിക്കൻ ഇടും. പിന്നെ അതിൽ കുറേ കൂടുതൽ കുമ്പളങ്ങയാണ് ഇടുക. അപ്പോൾ കുമ്പളങ്ങ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചിക്കനും ഉരുളൻകിഴങ്ങൊക്കെ വേവിക്കാൻ വിസിലടിക്കാൻ വെച്ചു. അപ്പോൾ അപ്പോൾ അങ്ങനെ വെന്തോളും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്നും രാവിലെ വരാറുള്ളൊരു അതിഥിയാണ് കേട്ടോ കാക്ക. എന്നും വരും, കരഞ്ഞുകൊണ്ടേയിരിക്കും. ബിസ്ക്കറ്റോ അല്ലെങ്കിൽ റസ്കോ കിട്ടുകയാണെങ്കിൽ വരെയും കരഞ്ഞുകൊണ്ടേയിരിക്കും. ടൈഗർ ബിസ്ക്കറ്റൊക്കെ മേടിക്കാറുണ്ട് കാക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അത് കിട്ടിയാലേ പോവുള്ളൂ. വല്ല ചോറോ വല്ല ദോശ വെച്ച് കൊടുത്താലൊന്നും കഴിക്കില്ല, കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ബിസ്ക്കറ്റൊക്കെയാണ് ഡെയിലി കൊടുക്കാറ്. ബിസ്ക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ കാരണം റസ്കിൻ്റെ കഷ്ണം കൊടുക്കുകയാണ്. അപ്പോൾ റസ്ക് കിട്ടിയാലും സന്തോഷമാണ്. ആളത് എടുത്തിട്ട് പോയിക്കോളും. അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി അബദ്ധവശാൽ എന്നെ കണ്ടില്ല, അവിടെ ആരും ഇല്ല, അമ്മയില്ലാത്ത ദിവസമാണ് അവിടെ ഇല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് സ്കൂട്ടിയുടെ മേലെ ഇരുന്ന് കരയും. അപ്പോൾ ഞാൻ പോയിട്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഉരുളൻകിഴങ്ങും ചിക്കനും ഒരു വിസിലടിച്ചു അമ്മ. ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ചിരകി കൊടുത്തു. അങ്ങനത്തെ കുമ്പളങ്ങ നുറുക്കി കൊടുക്കണത്, അതുപോലെ തന്നെ ചപ്പാത്തി പരത്തി, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. അതും മെഡിക്കൽ ഷോപ്പ് തുറന്നു വെച്ചിട്ടായതുകൊണ്ട് ആരെങ്കിലൊക്കെ വരുന്നുണ്ടോ നോക്കിയിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അമ്മ കുമ്പളങ്ങയൊക്കെ കഴുകി ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നല്ല കൂടുതൽ കുമ്പളങ്ങയുണ്ട്. കുമ്പളങ്ങയാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഒരു ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നു. മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം ഞാനിപ്പോൾ വീഡിയോ ഇട്ട് 2 ദിവസമായി. അപ്പോൾ കുറച്ച് ജിമ്മിലൊക്കെ പോയിട്ട് ഭയങ്കര പെയിനൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ചെറുതായിട്ട് പനിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നേക്ക് കുറച്ചൊരു ഉഷാറുണ്ട്. പക്ഷേ മേലും കൈ വേദന മാറിയിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇന്നും ജിമ്മിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇന്ന് വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ സ്റ്റേഷനറി കടയിൽ നിന്ന് കുറേ സാധനങ്ങൾ, പാമ്പേഴ്സ്, അതുപോലെ അമൃതാഞ്ജൻ, ടൈഗർ ബാം, അങ്ങനെ സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ഇന്ന് എനിക്ക് പോകണം.
അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞൊരു 9:30 കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അതുവരെ ഷോപ്പിൽ കുറച്ച് ബിസി ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് അമ്മയ്ക്ക് എന്തെങ്കിലും സഹായിക്കാനായിട്ട് ഞാൻ പോണത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസവും ഓരോരോ രീതിയിൽ ഇങ്ങനെ തന്നെയാണ് സ്ഥിരമായിട്ട്. പക്ഷേ കടയിൽ ഒരു 9:30 വരെയും കടയിലുണ്ടാവും, പിന്നെയാണ് നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ലിസ്റ്റില്ലാത്ത സമയം അവിടെയൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം, ഇനി ലിസ്റ്റൊന്നും ഇല്ലെങ്കിൽ മേലെ പോയിട്ട് ഞാൻ ചപ്പാത്തി പരത്തുകയാണ് കേട്ടോ. ചപ്പാത്തി പരത്തൽ തുടങ്ങി. അധികമൊന്നുമില്ല, കുറച്ച് ഉള്ളൂ പരത്താനായിട്ട്. പക്ഷെ എന്നാലും എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴാവും ആളുകൾ വരിക, അല്ലെങ്കിൽ ആളുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പേഷ്യൻ്റ് മൊത്തത്തിൽ കുറവ് തന്നെയാണ് ഇപ്പോൾ. ഇപ്പോൾ ആളുകൾക്ക് അസുഖം ഇല്ലാണ്ടാ തോന്നുന്നുണ്ട്. അപ്പോൾ അസുഖം ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ എപ്പോഴും അമ്മോട് പറയും, ചില ഡോക്ടേഴ്സിനൊക്കെ നല്ല പേഷ്യൻ്റ് ഉണ്ട്, അപ്പോൾ കുറച്ച് പേഷ്യൻ്റ് ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലാണ്ട് ആളുകൾക്ക് അസുഖം വരാനല്ല. നമ്മൾ അങ്ങനെയാണ് പ്രാർത്ഥിക്കാറുള്ളത്. അസുഖം വരണമെന്ന് വെച്ചിട്ടില്ല പ്രാർത്ഥിക്കുക. വേറെ സ്ഥലത്തേക്ക് പോണ പേഷ്യൻ്റ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് കച്ചവടം കൂടുമല്ലോ, അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ച് ഞാൻ ഒരു ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ വന്നപ്പോൾ അതൊക്കെ എടുത്തു കൊടുക്കാൻ പോയപ്പോഴേക്കും അമ്മ കറിയൊക്കെ റെഡിയാക്കിയിട്ടോ, തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ നല്ല തിക്കൊക്കെ ആയിട്ട് തന്നെയാണ് കറി കേട്ടോ. അത്ര വെള്ളം പോലെയൊന്നും അല്ല. ചിക്കൻ കഷ്ണമൊക്കെ നന്നായി വെന്ത് ചേർന്ന് അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ്. അമ്മയ്ക്കാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാരണമാണ് ഞാൻ ഇടയ്ക്ക് കുമ്പളങ്ങ മേടിച്ചാൽ, നമ്മൾ ഞായറാഴ്ചയൊക്കെ ചിക്കൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലും മുട്ടികളൊക്കെ കുറച്ച് മാറ്റി വയ്ക്കും. അപ്പോൾ അങ്ങനെ മാറ്റി വയ്ക്കാൻ നമുക്ക് വേറെ ദിവസത്തേക്ക് കറിക്ക് ആവും. ഈ കുമ്പളങ്ങ മേടിച്ച് കഴിഞ്ഞാൽ അതൊരു കറി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇതുപോലെ വെക്കാനായിട്ട് കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് 2 ചപ്പാത്തിയും കുറച്ച് കറി എടുക്കുകയാണ് കേട്ടോ. കറിയൊക്കെ നല്ല ആവി പറക്കുകയാണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ എന്തായാലും അത് ഞാൻ കഴിക്കട്ടെ. ഞാൻ അധികം കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും, മുന്നേയൊക്കെ 3 എണ്ണമൊക്കെ കഴിച്ചിരുന്നു, വിശപ്പൊക്കെ മാറപ്പോൾ 2 എണ്ണമൊക്കെ കഴിക്കാറുള്ളൂ. എൻ്റെ കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് എൻ്റെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ അമ്മ കഴിക്കണത് കേട്ടോ. രാവിലെ ഒരു തിരക്കാണ്, ചിക്കൻ തിരക്കാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയും കടയിലെത്തിയും എല്ലാം കൂടിയിട്ട് ഒരു തിരക്കാണ്. അപ്പോൾ അമ്മയുടെ ഒക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ അമ്മ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. എനിക്ക് ഒരു 9:30 വേണം പുറത്തേക്ക് പോകാനായിട്ട്. അമ്മ അതെ കൂടുതൽ കഴിക്കൊന്നുമില്ല, 2 എണ്ണമൊക്കെ തന്നെ കഴിക്കുള്ളൂ. ഷുഗർ ഉള്ള കാരണം കൊണ്ട് അമ്മയ്ക്ക് പിന്നെ അധികം കൂടുതലൊന്നും കഴിക്കാൻ പറ്റില്ല. കഴിഞ്ഞ കാലത്തെ കവറൊക്കെ എടുത്ത് ഞാൻ പോകാനായിട്ട് റെഡിയായി. എനിക്ക് കാറിൻ്റെ അടുത്ത് പോകണം, കാരണം കുറച്ച് കൂടുതൽ സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാർ എടുത്തിട്ട് പോകണം. എല്ലാം കൊട്ടിച്ചിട്ടുണ്ട് ഇപ്പോഴും കേട്ടോ. ഞാൻ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5-6 മാസമായി സ്ഥിരം ഓടിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ എന്നാലും എല്ലാം ഒട്ടിച്ചിട്ടേ പോകുള്ളൂ. ചേട്ടൻ എടുക്കുമ്പോൾ ഞങ്ങൾ എല്ലാം എടുത്ത് കളയാറായില്ലേ എന്ന് ചോദിക്കും. പക്ഷെ എന്നാലും ഞാൻ ഒട്ടിക്കും. അത് കഴിഞ്ഞ് കോഴിയൊക്കെ വന്നു. കഴിഞ്ഞ് ലഞ്ചാണ് കേട്ടോ. ചോറും നമ്മുടെ കുമ്പളങ്ങയും ചിക്കൻ കറിയും അതുപോലെ തന്നെ വഴുതനങ്ങ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു എല്ലാവരും. പിന്നെ ഒരു കാര്യം, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ എത്രയും പെട്ടെന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്.